അങ്ങനെ 3-4 മാസത്തിന്റെ നമ്മുടെ തകൃതിയായ പ്ലാനിങ്സിനൊക്കെ ഒടുവിൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള പാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ്സിൽ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ഉള്ള പാർട്ടായിരുന്നു ഇത്. കാരണം നമ്മൾ 1 വീക്ക് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ആകെ കൂടി 3 ക്യാബിൻ ബാഗേജ് ആണ് കൊണ്ടുപോണത്. അതിൽ 2 എണ്ണം അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനും ചെറിയൊരു ബാഗ് ഇലക്ട്രോണിക്സ് ഐറ്റംസും അല്ലറ ചില്ലറ മറ്റു സാധനങ്ങൾ വെക്കാനാണ്. ഇതിലെ ചലഞ്ചിങ് എന്താന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബാഗിൽ എൻ്റെ മാത്രം സാധനങ്ങൾ കൊള്ളിക്കാൻ വേണം, 7 കിലോയിൽ കൂടാനും പാടില്ല. ഒരു വീക്ക് എന്ന് പറയുമ്പോൾ തന്നെ 7 ജോഡി ഡ്രസ്സും അതിന് പറ്റിയ അക്സസറീസും മേക്കപ്പ് സാധനങ്ങളും എക്സ്ട്രാ ചപ്പലും പിന്നെ 2 നൈറ്റ് ഡ്രസ്സും അങ്ങനെ ആകെ കൂടി നമുക്ക് സംശയമാണ്. അപ്പോൾ ആ പരിപാടി ഈസി ആക്കാനായിട്ട് വാക്കം ബാഗ്സും മറ്റ് ഓർഗനൈസർ പൗച്ചസും ഒക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി വലിച്ചു വാരി ഇടാണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയണം ആ ഐറ്റംസ് ദേ ഇതിലാണ്, മറ്റേ ഐറ്റംസ് ദേ ഈ പൗച്ചിലാണ് എന്നൊക്കെ. അങ്ങനെ ഷാമ്പൂ കണ്ടീഷണർ വയ്ക്കാൻ ചെറിയ ബോട്ടിലാക്കി എടുത്തു വെച്ചു. പിന്നെ ഈ കാണുന്ന ജ്വല്ലറി ബോക്സ് ഇപ്പം മിക്ക ആൾക്കാരെല്ലാം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ യൂസ് നമുക്ക് വരുന്നത്. എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ വലിച്ചു വരിടുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എല്ലാ സാധനങ്ങളും ഒതുക്കി നല്ല നീറ്റായിട്ട് ഏതെങ്കിലും ബോക്സിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ഒക്കെ ഇട്ട് വെക്കണ ശീലം പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോഴും അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഏറ്റവും ചലഞ്ചിങ് ആയതും ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആവണതും ഈ കാര്യത്തിലാണ്. എല്ലാ പാക്കിങ്ങും കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് ഇരിക്കണ കാണുമ്പോൾ തന്നെ എന്തൊരു ആശ്വാസമാണല്ലേ.